എന്തുകൊണ്ടാ അറിയോ അന്നൊന്നും ആൾക്കാരൊന്നും ബഹുമാനിക്കാത്തത്? ആ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ അതിൻ്റെ മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. 35, 40, 45, 50 വയസ്സുള്ള ആൾക്കാർ, ഇത്രയും ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുനെ ഫസ്റ്റ് കാണുമ്പോൾ, മോനെ എന്താ പാട്, എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ സ്ഥലം എവിടെ, എൻ്റെ പേരെന്താ, ഊരെന്താ, എന്താ മോനെ 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 100 മോനുള്ളൂ. പക്ഷേ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഇതേ 45, 50, 30 വയസ്സുള്ള ആൾക്കാർ ഇന്ന് നിങ്ങൾ എത്തിയോ, നിങ്ങൾ എപ്പോൾ എത്തി, ഇങ്ങനെയൊക്കെ സംസാരിക്കുക. നിങ്ങളെന്ന് കൂട്ടിയിട്ടാണ് പിന്നെ എന്നെ വിളിക്കുക മോനെ മാറ്റിയിട്ട്. അതിൻ്റെ മെയിൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റീസൺ ഞാൻ ഓരായിട്ട് സംസാരിക്കുന്ന രീതി, ഇതിൻ്റെ പ്രവർത്തികൾ, ഇതിൻ്റെ ഒക്കെ കാരണത്താലാണ് ഓരെനിക്ക് ആ ഒരു ബഹുമാനം തരുന്നത്. അതേ സ്ഥാനത്ത് ഇജൊക്കെ പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ സാധനം കിട്ടുകഴിഞ്ഞാൽ ആൾക്കാരൊന്നും എന്നൊന്നും ബഹുമാനിക്കില്ല. എനിക്ക് എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെടുത്ത് എനിക്ക് ബഹുമാനം വേണം, പേടിക്കണം എന്ന് വലിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനേക്കാൾ പ്രായം കൂടിയ ആൾക്കാർ എന്നെ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അതിന് മാത്രമുള്ള മരുന്ന് വേണം എന്തെങ്കിലുമൊക്കെ. മനസ്സിലായ? ഞാൻ അതൊക്കെ പോട്ടെ, വേറെ കാര്യം പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ കുറച്ച് സെറ്റപ്പായിട്ടുള്ള കഥകൾ പറഞ്ഞു. ഞാൻ വേറെ ലെവലാണ് അതിൻ്റെ പേരിൽ ഞാൻ ആ കഥ എന്ന് പറഞ്ഞു. ഇനി ചെറുപ്പം മുതലേ അനക്കൊക്കെ സ്കൂള്, സൊസൈറ്റി, പിന്നെന്താണ് എൻ്റെ വീട്, ഈ സ്ഥലങ്ങളൊക്കെ ഇവിടുന്നൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആണായ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇവരാണുങ്ങളും പെണ്ണുങ്ങളെയും ഒരേപോലെ ഇതാക്കുള്ളൂ. പെണ്ണുങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയി കണ്ടുള്ളത്, മോളെ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, ഇതേ സാധനമാണ് എനക്കും പഠിപ്പിച്ചു തരുന്നത്. ആ സാധനം എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് കാര്യമുണ്ട്, ഇതൊരു ഇങ്ങനത്തെ ആളാണെങ്കിൽ ഇങ്ങനത്തെ ആളാണെങ്കിൽ എനിക്ക് കാര്യമുണ്ട്. അതേ സ്ഥാനത്ത് ഇവരൊക്കെ എന്നാൽ സോഫ്റ്റ് ആയി കണ്ടാണ് ഇങ്ങനെ വിടുന്നത്. ഈ വിടുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭാവിക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ, എൻ്റെ അപ്പത്തൊരു കാലം കഴിഞ്ഞ് കുറച്ചൊരു കാലം വരുമ്പോൾ എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എന്നെ സ്നേഹിക്കും. ഇതാണ് എനിക്ക് ചിന്തിക്കണത്. എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹവും, കട്ട സ്നേഹവും, എന്നോടാണ് എനിക്ക് സ്നേഹം, ഇങ്ങനെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സ്നേഹം കിട്ടിയിട്ട് എനിക്ക് പുഴുങ്ങി തിന്നാനൊന്നുമില്ല. ഒന്നും എനിക്ക് പുഴുങ്ങാനില്ല, ഒന്നും കിട്ടാനുമില്ല ഈ സ്നേഹം കിട്ടിയിട്ട്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് വേണ്ടിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബഹുമാനമാണ് വേണ്ടിയത്. നല്ല 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 ബഹുമാനം, നല്ല രീതിയിൽ ആൾക്കാർ എൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കാൻ മാത്രമുള്ള ഒരു ബഹുമാനം. അതായത് ഏത് സാഹചര്യത്തിലും ഏത് ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റണം. ആ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർ എനിക്ക് ബഹുമാനം തരണം, അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ കേൾക്കാനൊരു ചെവി, ഇതാണില്ലേ, ഇത് തരണം ആൾക്കാർ. ഇത് തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബഹുമാനം വേണം. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റായി നിന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ്നെസ്സായി കാണിച്ചതിൻ്റെ പേരിൽ എന്നാരും ബഹുമാനിക്കില്ല. ഇതിൻ്റെ സത്യാവസ്ഥയാണ്, എനിക്ക് ബഹുമാനം കിട്ടൂല. ഒരാളോടൊന്നും എനിക്ക് ബഹുമാനം കിട്ടൂല. പക്ഷെ ഭയങ്കര മാന്യനാണ്, വളരെ നല്ലൊരു വ്യക്തിയാണ്. അതായത് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, ഹായ് ഹായ് ഹായ്, അതെ അതെ അതെ, ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ എന്നെ ആരും ബഹുമാനിക്കില്ല. ഒരാളെ ബഹുമാനിക്കൂല. 100% ഞാൻ എനിക്ക് ഗ്യാരണ്ടി തരാം. എനിക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഗ്യാരണ്ടി തരാം, ഒരു മനുഷ്യനെ ബഹുമാനിക്കൂല. അതിനൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്നെ മേടി വിടും. താരക്കാരെ മേടി കിടക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യും ആൾക്കാർ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് മേടി വിടും ആൾക്കാർ. ഈ മേടി വിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെക്കാൾ കരുത്തനായിട്ടുള്ള ഒരാളാണ് എന്നെ മേടി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മൈരും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെക്കാളും കരുത്തനായിട്ടുള്ളൂ എന്നെ മേടാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു 3 പറ്റും. 3 എടുത്തോ, ഫ്രീ ആയിട്ട് എടുത്തോ, പറ്റുമെങ്കിൽ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ പറ്റൂലെന്ന് പറയാൻ പഠിക്കണം. എപ്പോഴും പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാണായി കാണും, ഇത് ഏതാനും മരുന്ന് വിചാരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് ഇത് തിരക്കുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പറ്റൂല സുഹൃത്തെ, പറ്റൂല, ഇല്ലമ്മ പറ്റൂല, ഇല്ലപ്പ പറ്റൂല, ഞാൻ അനിയൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റൂല, തീരെ പറ്റൂല. അനിയൻ പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ കാര്യപ്പെട്ട കാര്യത്തിൽ ഇത് നല്ല തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ തീരും പറയരുത്, പറ്റൂല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. തിരക്കുണ്ടെങ്കിൽ എൻ്റെ തിരക്കൊക്കെ ഒഴിവാക്കി വെച്ചിങ്ങാണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല.
ആൾക്കാരെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഈ നോന്ന് പറയാതെ ഇരുന്നാൽ എൻ്റെ ജീവിതം തന്നെയാണ് പാഴായി പോവുക. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ശരിക്കും ആലോചിച്ച് നോക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും എനിക്കിത് പറ്റാത്ത കാര്യമാണ്. എന്നോട് അതും വിചാരിച്ചിട്ട് തലൻ്റെ പുറത്തിറങ്ങിയിട്ട് ഫുൾ ടൈം ഒരു സൈക്കോ ആവാൻ ആരും പറഞ്ഞില്ല. എക്സ്ട്രോവേർട്ടുകളെ പോലെ ഭയങ്കര സൈക്കോപാത്ത് ആവണമെന്ന് ആരും പറഞ്ഞില്ല ഫുൾ ടൈമായിട്ട്. പക്ഷേ അതേ സ്ഥാനത്ത് പറ്റൂല എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മോശക്കാരാവുന്നില്ല എനിക്ക് ആദ്യം മനസ്സിലായിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അനക്കൊന്നും സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ലടോ. ഞാൻ ശരിക്കും ആലോചിച്ച് നോക്ക്. എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് അഭിപ്രായം ഉണ്ടോ? അഭിപ്രായം വേണം. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഭിപ്രായം വേണം. അഭിപ്രായം വരണമെന്നുണ്ടെങ്കിൽ നീച്ച് നിൽക്കാൻ പഠിക്കണം. ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും തോന്നും എൻ്റെ അഭിപ്രായം തെറ്റാണ്. എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും തെറ്റല്ല. അത് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും തെറ്റല്ല. എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചിന്താഗതിയാണ്. എൻ്റെ ചിന്താഗതി നല്ല ചിന്താഗതിയാണ് മോശ ചിന്താഗതിയാണെന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവരല്ല, ഇജയാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നത് എൻ്റെ ചിന്താഗതി നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിലും എനിക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അഭിപ്രായം പറയാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 5 വെള്ളക്കുപ്പികൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ കുറേ വെള്ളക്കുപ്പികൾ ഇരിക്കുന്നുണ്ട്. എന്നോട് ഞാൻ പറയാണ് ആ വെള്ളക്കുപ്പി എടുത്താൽ മതി, അത് നല്ല വെള്ളക്കുപ്പിയാണ്, അത് മാത്രം എടുത്താൽ മതി. നമ്മൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് ആ വെള്ളക്കുപ്പി കാണുമ്പോൾ തന്നെ ഞാനോട് പോയി എടുത്താൽ മതി, നല്ല വെള്ളക്കുപ്പിയാണ്. അപ്പം ഇനി എന്ത് ചെയ്യും? ഓൻ പറഞ്ഞ അത് എടുക്കുക, അങ്ങനെ ചിന്തിക്കും. അതേ സ്ഥാനത്ത് എന്താ ഞാൻ പച്ച എടുത്താൽ എന്താ കുഴപ്പം, 10 എടുത്ത് നോക്കിയാലോ, അങ്ങനെയും ചിന്തിക്കുക. മനസ്സിലായ? അതിൻ്റെ പേരിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും ഒപ്പീനിയനും വേണം. ഇത് വളരെ ലഘുവായിട്ടുള്ളൊരു ഉദാഹരണമാണ്. അതായത് എനിക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ നഴ്സറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും താഴ്ന്ന രീതി വേണം പറഞ്ഞു തരാൻ. കാരണം അത്രക്ക് പൊട്ടന്മാരായിരിക്കണം ചോക്കെ, ബുദ്ധിക്ക് തൊലൻ്റെ ഉള്ളിലൊരു ഓളം പോലില്ല എനിക്കൊന്നും. അതിൻ്റെ പേരിലാണ് പറഞ്ഞത്. ഈ പച്ചക്കുപ്പിൻ്റെ ഉദാഹരണം അത് വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പച്ചക്കുപ്പി എടുത്തു കഴിഞ്ഞാൽ നീലക്കുപ്പിയും പച്ചക്കുപ്പിയും, നീല നേരത്തെ മറ്റുള്ള എടുക്കാൻ പറഞ്ഞു, ഞാൻ നീല പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നീലക്കുപ്പിയാണ് ഞാൻ എടുക്കാൻ പറഞ്ഞവനോട്. പച്ചക്കുപ്പി എടുത്ത് അടുത്ത പ്രാവശ്യം വേറെ 2, 3, 4, 5 ആൾക്കാർ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോവുക. എന്നിങ്ങനെ പോകുമ്പോൾ എനിക്ക് പച്ച നല്ല രസം തോന്നിക്കണമെങ്കിൽ എനിക്ക് പച്ച എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പച്ചനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായം പറഞ്ഞു കൊടുക്കുക, എനിക്ക് എൻ്റെതായ ഒപ്പീനിയനായി അവിടെ. ഇത് ഒന്നും ചേച്ചി നീല മാത്രം കുടിച്ച് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള അതായത് എൻ്റെ ഒപ്പീനിയനാണ് എനിക്ക് അവിടെ ഒക്കെ വിളിച്ച് പറഞ്ഞത്. എനിക്ക് സ്വന്തമായിട്ടൊരു മൈരൂല്ലടാ. പിന്നെ അടുത്തത് മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഈ സാധനം എന്നിട്ട് നല്ല കോമഡി ഈ സാധനങ്ങൾ ഈ എപ്പോഴും ചിരിച്ചു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും യെസ് മാൻ എന്ന് പറയുമല്ലോ, മിസ്റ്റർ യെസ് മാൻ അല്ലെങ്കിൽ എഗ്രിമാൻ. യെസ് മാൻ മതി നമുക്കൊക്കെ യെസ് മാൻ മതി. ഇതൊക്കെ വെറും യെസ് മാനും പിന്നെ ഇതും സ്മൈൽ മാനും യെസ് മാനും. ഈ രണ്ട് സാധനങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക. മനസ്സിലായ? അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ ആദ്യം ചിന്തിക്കുക, എന്തിനാണ് ഇയാൾ ഇതിനോട് പറയണത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നത്, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ, ഞാൻ ഇയാൾ പറഞ്ഞതിന് തലയാട്ടിയിട്ട് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എനിക്ക്, അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നിട്ട് അത് ചെയ്യാനും പറ്റൂല, എന്നാൽ ചെയ്യാതിരിക്കാനും പറ്റൂല. ഇതിൻ്റെ ഇടയിൽ കിടത്തുങ്ങാണ്ട് അനാവശ്യമായങ്ങാണ്ട് തല ഇങ്ങനെ പേരിപ്പിക്കും. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, വെറും വെറുതെയാണ്. പിന്നെ ചിരിച്ചു കൊടുക്കുക എപ്പോഴും. വാണ വിറ്റടിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞ് ചിരിച്ചു കൊടുക്കുക. അപ്പുറത്ത് നിൽക്കണോ എന്നെക്കാളും സെറ്റപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ അടക്കെ ചിരി ഒന്നുകൂടി കൂടും. അങ്ങനെയൊക്കെ ആണെങ്കിൽ
അത് നിർത്തുക. അനാവശ്യമായി കണ്ട് ചിരിച്ചു കൊടുക്കരുത്. ചിരിക്കണോ എന്നാൽ നല്ല വിറ്റ് അടിക്കണം. വിറ്റ് കാരണം കോമഡി, ഫണ്ണി, ബീങ് എ ഫണ്ണി ഗൈ, നല്ല ഫണ്ണി ആവണം, നല്ല കോമഡി അടിക്കണം. പക്ഷേ ഈ കോമഡി ഈ സാധനങ്ങളൊക്കെ അടിക്കുകയാണെങ്കിലും തോന്നുന്ന പോലെ വെറുതെ ചിരിച്ചു കൊടുക്കരുത്. ഒരാൾക്കാരെ മുഖത്ത് നോക്കിയിട്ടും വെറുതെ ചിരിച്ചു കൊടുക്കരുത്. പറഞ്ഞ കാര്യങ്ങളും എന്ത് കാര്യമാണെങ്കിലും വെറുതെ ചിരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്, അനാവശ്യമായിട്ട് ചിരിക്കരുത്. അണ്ടൊക്കെ ചിരിക്കൊരു വില ഉണ്ട്. അനാവശ്യമായിട്ട് ചിരിച്ചിങ്ങാണ്ട് വെറുതെ കളയരുത്. ആൾക്കാർ പറയും വൈ വെറി ഓൾവേസ് സ്മൈൽ, അങ്ങനെയൊന്നുമില്ല. വെറുതെയാണ്, ചിരിക്കരുത്. ആവശ്യത്തിന് മാത്രം ചിരിക്കുക. പിന്നെ എല്ലാ കാര്യത്തിനും കയറിയിട്ട് തല വെക്കരുത്. അതായത് കയറി ഹെഡ് ചെയ്യുമല്ലോ, അത് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പോയി കണ്ട് എഗ്രി ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അത്രയൊക്കെ തന്നെ. പിന്നെ ഇനി അനക്കൊക്കെ തീരുമാനിക്കാം, വേണമെങ്കിൽ തീരുമാനിച്ചോ. ആൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്ക് ബഹുമാനം വേണോ അതോ എല്ലാ കാര്യങ്ങൾക്കും ആഹാന്ന് പറഞ്ഞ കുട്ടിയാവണോ എനിക്ക്? മനസ്സിലായ? ഏതാന്ന് വേണ്ടിയോ തീരുമാനിച്ചോളൂ.